ഇല്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല. എനിക്ക് എന്റെ അനിയത്തെ വേണം. സിസ്റ്ററിന്റെ കാലിൽ പിടിക്കാം. എന്റെ അമ്മൂനെ എനിക്ക് തിരിച്ചു വേണം. എന്റെ ചേച്ചി, സിസ്റ്റർ അല്ലേ എനിക്ക് അവളെ പരിചയപ്പെടുത്തി തന്നത്. ആ സിസ്റ്റർ തന്നെ എന്നിൽ നിന്ന് അവളെ അപഹരിക്കുവാണോ? സഞ്ജു, എന്റെ അനിയത്തെ എനിക്ക് തിരിച്ചു തരാൻ പറ സഞ്ജു. അമ്മ പോയ ശേഷം സ്വാതിയുടെ അവസ്ഥ ഇതാ. സിസ്റ്റർ പറ, ഞങ്ങളെ പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. അമ്മൂന് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അവൾ എന്നെ അന്വേഷിച്ച് വന്നതുമില്ല. നിങ്ങൾ അനുഭവിക്കുന്ന വേദന എനിക്കുണ്ട്. അമ്മൂന് ഇതുപോലൊരു ചേച്ചിയുള്ളപ്പോ അവളെ സ്നേഹിക്കുന്ന ഞാനെന്തിനു വേർപെടുത്തണം? സ്വാതി, അതെങ്കിലും ഒന്ന് ഓർത്തു നോക്ക്. അമ്മു എന്താവശ്യപ്പെട്ടാലും സ്വാതി അത് സാധിച്ചു കൊടുക്കുമ്പോ നിങ്ങളെ അകറ്റാൻ ഞാൻ ശ്രമിക്കുവോ? അപ്പോ അമ്മൂനെ പറ്റി ഒന്നും സിസ്റ്ററിന് അറിയില്ല? ഇല്ല, എന്നെ വിശ്വസിക്കൂ. വാ പോവാം. എന്നോട് മാപ്പാക്കണേ. ഇന്നലെ വരെ നമ്മൾ എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതല്ല വിഷയം. നമ്മൾ ഒന്നിച്ചു നിന്ന് ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നതാ. അമ്മു ശരിക്കും ആരാണെന്നുള്ള സത്യം കവിതയ്ക്ക് അറിയോ? ദിനേശനൊന്നും പറഞ്ഞില്ല. അമ്മുവിനെ കണ്ടുപിടിച്ച് തീർത്തു കളയാൻ നിങ്ങൾ ഇത്രയും താല്പര്യം കാണിക്കേണ്ട കാരണം എന്താ? അവൾക്ക് വീട്ടിൽ കിട്ടുന്ന പരിഗണന മാത്രമാണോ? അല്ലെങ്കിൽ അവൾ അവിടുന്ന് സ്വയം പോയി? ആ വഴിക്ക് അവൾ പോയെന്ന് കരുതിയ പോരെ? അവളെ ഏത് നിമിഷവും സഞ്ജു സ്വാധീനം തേടിപ്പിടിച്ച് വീട്ടിൽ കൊണ്ടുവരും. അങ്ങനെ സംഭവിക്കില്ലെന്ന് ദിനേശൻ കരുതുന്നുണ്ടോ? അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാ. അവള് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ അവൾക്കായിരിക്കും മുൻതൂക്കം കിട്ടാൻ പോകുന്നത്. ദിനേശൻ കരുതും പോലെ അച്ഛനും ശ്രീദേവിക്കും വെറും വീട്ടുവേലക്കാരി പെണ്ണല്ല അവൾ. ഒരു കുടുംബാംഗം വീട് വിട്ടു പോയാൽ പോലും ഇത്രയും വേദനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തിനേറെ പറയുന്നു, കുടുംബത്തിന്റെ ഒരു ഷെയറിന് പോലും അവൾ അവകാശിയായെന്ന് വരും. എല്ലാത്തിനും അവകാശി അവളാണെന്ന് ഈ വിഡ്ഢികളുണ്ടോ അറിയുന്നു. പക്ഷെ എന്റെ വായിന്നത് വീഴാൻ പാടില്ല. ദിനേശന്റെ മനസ്സിൽ മാത്രം ഇരിക്കേണ്ട രഹസ്യമാണത്. ഈ നീക്കത്തിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്, വല്യേച്ചിയുണ്ട്. എന്തിനും വല്യേച്ചി പൂർണ്ണ പിന്തുണയും തന്നു കഴിഞ്ഞു. 3 പെൺമക്കളും ഇക്കാര്യത്തിൽ ഒരേ മനസ്സോടെ നിൽക്കണം. കാവേരിക്ക് അതിനുള്ള പ്രാപ്തി ഇല്ലാത്തതുകൊണ്ടാ ദിനേശനെ കൂടെ നിർത്താൻ വല്യേച്ചി പറഞ്ഞത്. എനിക്ക് എതിർപ്പൊന്നുമില്ല. നിങ്ങൾക്കൊപ്പം തന്നെ ഞാൻ. അവൾ എവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സൂചന കിട്ടിയോ? ഞാൻ പല വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. അവളെ എവിടേക്കാ പോയതെന്ന് മാത്രം അറിയില്ല. രാത്രി 1 മണി അടുപ്പിച്ചാ അവള് വീട് വിട്ടു പോയത്. രാത്രി 1 മണിക്കോ? അതെ, CCTV ഫൂട്ടേജ് നോക്കിയപ്പോ ഞാനത് മനസ്സിലാക്കിയതാ. ദിനേശൻ ഇക്കാര്യം പുറത്തുവിടണ്ട. നല്ലൊരു അവസരം പാഴായത്. നമ്മൾ ഉടൻ ചെയ്യേണ്ടത് എന്താന്ന് ഞാൻ പറയാം. 2 പേരെയാണ് നമ്മളിപ്പോ ടാർഗറ്റ് ചെയ്യേണ്ടത്, സുരഭി സിസ്റ്ററും കാവേരിയും. കാവേരി അഭിനയിക്കാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതിന്റെ വാസ്തവം ദിനേശനാണ് ചൂടുന്നെടുക്കേണ്ടത്. അത് ഞാൻ ഏറ്റു. പിന്നെയുള്ളത് സിസ്റ്റർ. സുരഭി സിസ്റ്ററിന്റെ ഓരോ നീക്കങ്ങളും ഗൗതം നിരീക്ഷിക്കണം. നമ്മുടെ കൈ വീഴാതെ അവൾ എവിടെ പോവാനാ? ഇങ്ങനെ വാശി പിടിച്ചിരിക്കാതെ എഴുന്നേറ്റ് വന്ന് എന്തെങ്കിലും ഒന്ന് കഴിക്കേ. വാശി ആരോട്? എനിക്ക് ഒരു വാശിയില്ല. മുത്തശ്ശ, എഴുന്നേക്ക് മുത്തശ്ശ. നിങ്ങളൊന്ന് പോയേ, എനിക്കൊന്ന് കിടക്കണം. കൊച്ചു കുട്ടികളുടെ മാതിരിയായി ഞാൻ എന്ത് ചെയ്യും? മുത്തശ്ശ, അയ്യോ മുത്തശ്ശ,
രാജു ഇവിടെ ഇരുത്തടാ, ഇവിടെ ഇരുത്ത്. മുത്തശ്ശ. ഇവിടെ ഇരുത്ത്. ഇരിക്ക്. ഇവിടെ ഇരുത്ത്. ഇരിക്ക് മുത്തശ്ശ. അയ്യോ അയ്യോ മുത്തശ്ശ, അയ്യോ മുത്തശ്ശ. രാജു പോയി വെള്ളം എടുത്തോണ്ട് വാ, പെട്ടെന്ന് പോ. അയ്യോ ചേട്ടാ, ചേട്ടാ. അയ്യോ ഞാനിനി എന്ത് ചെയ്യും ഈശ്വര? എന്താ അച്ഛന് പറ്റിയത്? മുത്തശ്ശി, നീ വെള്ളം ഇങ്ങി തന്നെ. അച്ഛാ, അച്ഛാ. എന്താ? അയ്യോ മുത്തശ്ശ, അയ്യോ വെള്ളം കുടിക്ക്. അച്ഛൻ എന്ത് പറ്റിയമ്മ? BP ഷുഗറൊക്കെ ഉള്ള ആളാ. സമയത്തിന് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? എന്തെങ്കിലും ആപത്ത് വരുമെന്ന് പേടിച്ചതാ ഞാൻ. എന്തിനാ എന്നെ ഇങ്ങനെ തീറ്റിക്കുന്നേ? രാജു, നീ പോയി ഡോക്ടറെ വിളിക്കും. റൂമിലേക്ക് പോകാൻ പറ്റുമോ അച്ഛ? അവിടെ ആവുമ്പോ അച്ഛന് കിടക്കാലോ. കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ, കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. ആർക്കു വേണ്ടി? എന്തിനു വേണ്ടി ഈ പട്ടിണി ഉപവാസം എന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ദിനേശൻ പറയും പോലെ ഒരു പെണ്ണ് വന്ന് ചെപ്പടി വിദ്യ കാണിച്ചപ്പോ ചിലരൊക്കെ അതിലങ്ങ് മയങ്ങിപ്പോയി. നീ ഒന്ന് നിർത്ത് കാഞ്ചനെ. ഒന്നും രണ്ടും പറഞ്ഞു വഴക്കിന് പോവല്ലേ. പിന്നെന്തിനാ അച്ഛൻ ഈ കിടപ്പ് കിടക്കുന്നത്? കണ്ടതും കേട്ടതും ചൂണ്ടിക്കാണിക്കുന്നതാണോ തെറ്റ്? മറ്റുള്ളവരെ തരം താഴ്ത്തി അപമാനിക്കുന്നതിന് പകരം സത്യം എന്താണെന്ന് തിരിച്ചറിയും നിങ്ങള്. എന്നും ഈ കുടുംബത്തിന് ബാധ്യത വരുത്തിയിട്ടുള്ളത് വലിഞ്ഞുകേറി വന്നവരാ. കാഞ്ചന എന്നെ ലക്ഷ്യം വെച്ചാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞത് സത്യമായതുകൊണ്ടല്ലേ ശ്രീദേവിക്ക് അത് കൊണ്ടത്. നീ തന്നെയാ ആ പെണ്ണിന് ഈ വീട്ടിൽ വേര് പിടിപ്പിക്കാൻ അവസരം ഒരുക്കിയത്. എന്റെ മകളിൽ നിന്നും അവളെ അകറ്റുന്നതിന് പകരം നീ അവളെ ഇവിടെ കുടിയിരുത്താൻ ശ്രമിച്ചു. എന്റെ മകള് അവളെ അനിയത്തിയെന്ന് വിളിച്ചപ്പോ നിനക്കവള് മകളായി. അല്ല, എന്താ നിന്റെ ഉള്ളിലിരിപ്പ്? സഞ്ജുവിനെ കൊണ്ട് ശ്രീകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിക്കില്ലെന്നാണോ? പറയുന്നതിനൊക്കെ ഒരു പരിധിയുണ്ടെന്ന് കാഞ്ചന മനസ്സിലാക്കുന്നത് നല്ലതാ. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വിധിക്കപ്പെട്ടവളായി പോയി ഞാൻ. പക്ഷെ എന്റെ മകനെ പറ്റി പറഞ്ഞ ഞാൻ സഹിക്കില്ല. നിങ്ങൾ ഇപ്പോഴും ഇവിടെ കടിച്ചു തൂങ്ങി കിടക്കാനുള്ള കാരണം ഇതാണെന്ന് എനിക്കറിയാം. മുകുന്ദേട്ടൻ ഒരു കുഞ്ഞ് ജനിക്കാതെ പോയിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ ഓർഫനേജ് ശിഷ്ടകാലം കഴിച്ചു കൂട്ടുമായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരു മനുഷ്യൻ സുഖമില്ലാതിരിക്കുന്നു എന്നുള്ള ചിന്ത പോലുമില്ല. ശ്രീദേവി, നീയെങ്കിലും ഒന്ന് നിർത്ത്. ഞാൻ എന്ന് അമ്മ ശബ്ദിച്ചിട്ടുള്ളത്? സംസാരിക്കാൻ വാക്കുകൾ പോലും മറന്നവളാ ഞാൻ. സഞ്ജുവിന്റെയും ശ്രീകുട്ടിയുടെയും കല്യാണം നടന്നു കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് എങ്ങനെ സഹിക്കും അമ്മ? ശ്രീകുട്ടിക്ക് ഈ വീട്ടിൽ സന്തോഷത്തോടെ ഒരു ജീവിതം നീ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടില് ഒരു മരണം സംഭവിച്ച പ്രതീതി ഉണ്ടാവില്ലായിരുന്നു. തൊട്ടതിനും പിടിച്ചതിനും എല്ലാം നിനക്ക് അമ്മു. അടുക്കള മുതല് പൂജാമുറി വരെ അവക്ക് നീ സ്വാതന്ത്ര്യം കൊടുത്തു. നീ വല്ലാതെ അവളെ അങ്ങ് വളർത്തി. എന്റെ ദൈവമേ, അവൾ ഇവിടെ നിന്ന് പോയത് ഈ വീടിന്റെ സമാധാനവും കൊണ്ടാണല്ലോ. എല്ലാവർക്കും സമാധാനക്കേട് വന്നതായിട്ട് അമ്മ കരുതണ്ട. ഡോക്ടർ ഉടനെ വരും. വസുമതി, എന്നെ ഒന്ന് പിടിക്കേ. പതുക്കെ. ഈശ്വര, എന്തൊക്കെ പറയാമെങ്കിലും അമ്മ പോയപ്പോ നിന്റെ ജോലിഭാരം കൂടിയല്ലേ? ഓ, നിങ്ങൾക്ക് എന്നെ പറ്റി അങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടോ? അമ്മ പോയതിൽ സഞ്ജുവിന് വലിയ കുലുക്കമൊന്നുമില്ല. നീ അത് ശ്രദ്ധിച്ചോ? ശ്രീകുട്ടിക്കൊപ്പം അവൻ നിന്നു കൊടുക്കുന്നേ ഉള്ളൂ. അവനെ തലപുകയ്ക്കാൻ 100 കൂട്ടം കാര്യങ്ങളുണ്ടേട്ടാ. ശ്രീകുട്ടിക്ക് അമ്മു അനിയത്തിയെങ്കിൽ
അവനത് അംഗീകരിക്കണമെന്നുണ്ടോ? ഈ വീട്ടിലെ പലതും അറിയുന്നത് ഞാൻ ഒരുത്തന. ദിനേശൻ എന്താ അറിഞ്ഞത്? അമ്മ പോയപ്പോ ഐശ്വര്യവും കൂടെ പോയെന്നല്ലേ സംസാരം. അതിൽ കാര്യമുണ്ടെന്ന് തോന്നി പറഞ്ഞതാ. നിങ്ങൾക്ക് അവളെ ഇഷ്ടമായിരുന്നില്ലല്ലോ, ഇപ്പൊ എന്താ ഇങ്ങനൊരു മനംമാറ്റം? വല്യേച്ചിയും കവിതയും ഒഴികെ ബാക്കി എല്ലാവരും അമ്മൂനെ കണ്ടെത്തിക്കൊണ്ടുവരാൻ പരിശ്രമിക്കുകയല്ലേ. ഈ സന്ദർഭത്തിൽ ഞാൻ ശ്രീകുട്ടിക്കൊപ്പം നിൽക്കണമെന്ന എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ അമ്മൂനെ നോവിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരു പ്രായച്ചിത്വമാവും അവളെ കണ്ടെത്തിക്കൊണ്ടുവരാൻ ഞാനും ഒപ്പം കൂടിയാൽ. എനിക്ക് ഇത് വിശ്വസിക്കാൻ പ്രയാസ ദിനേശേട്ടാ. ഈ ഒരു കാര്യത്തിൽ നിങ്ങളെ ഞാൻ വിശ്വസിക്കാനും പോകുന്നില്ല. അമ്മ പോയതിൽ സന്തോഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങളും ഉണ്ട്. ഈ ഒരു വിഷയത്തിൽ നിന്റെ മുമ്പിൽ അഭിനയിക്കേണ്ട എന്ത് കാര്യം എനിക്കുള്ളത്? എനിക്കെന്തെങ്കിലും സാമ്പത്തിക നേട്ടമുണ്ടോ? ഉണ്ടെങ്കിൽ നീ പറ. ഈ വീടിന്റെ സമാധാനം നഷ്ടപ്പെടുന്നതായി തോന്നിയപ്പോ എനിക്ക് കഴിയാവുന്നത് ചെയ്യാമെന്ന് ഞാൻ കരുതിയിട്ടുള്ളൂ. അമ്മ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ നീ പറ. നമുക്ക് നമ്മുടെ നിലയിൽ ഒരു അന്വേഷണം നടത്താം. അവളെ ആരെങ്കിലും കണ്ടെത്തിയാൽ തന്നെ അമ്മ വീണ്ടും ഈ വീട്ടിലേക്ക് വരില്ലെന്ന് എനിക്കറിയാം. അവൾ എവിടെ ഉണ്ടെങ്കിലും ശ്രീദേവി ഏട്ടത്തിയോടും ശ്രീകുട്ടിയോടും നമുക്ക് പറയാമല്ലോ. ഞാൻ ഇത്ര ഉത്സാഹിക്കാൻ വേറെയും കാര്യമുണ്ട്. ഈ അവസരത്തിൽ അമ്മൂനെ കണ്ടെത്തി കൊടുത്താൽ എല്ലാവരുടെ മുന്നിലും ദിനേശിനൊരു മതിപ്പും വിലയും വരും. അമ്മു വരികയോ വരാതിരിക്കുകയോ ചെയ്യട്ടെ. സഞ്ജു ശ്രമിച്ചിട്ട് നടക്കാത്തത് ദിനേശന് സാധിച്ചെന്ന് ഇവിടെ ഉള്ളവർ പറഞ്ഞാൽ നിനക്കൊരു വിലയിലടി. ആത്മാർത്ഥമായിട്ടാണോ നിങ്ങൾ ഈ പറയുന്നത്? അതേന്ന്. നിനക്കറിയാവുന്നതൊക്കെ നീ എന്നോട് പറ. എന്റെ അറിവിൽ അവൾക്ക് ഈ സിറ്റിയിൽ ആകെ പരിചയം ആ സിസ്റ്ററാ. അവൾ അവിടെ പോയി നിൽക്കാൻ ഒരിക്കലും തയ്യാറാവില്ല എന്ന് തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ആ സുരഭി സിസ്റ്റർ അമ്മുനെ സഹായിക്കുന്ന കാര്യം ഉറപ്പാ. സുരഭി സിസ്റ്റർ വഴി തന്നെയാവും അമ്മ പോയിരിക്കുന്നത്. അവൾ ഇവിടം വിട്ടു പോകുന്ന കാര്യം പലപ്പോഴായി അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അവളെ കണ്ടെത്താൻ തീരെ സാധ്യതയില്ലാത്ത സ്ഥലത്തേക്കുമാണ് അവൾ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതേത് സ്ഥലം? അതവൾ എന്നോട് പറഞ്ഞില്ല. ഞാൻ പോലും അറിയരുതെന്ന് അമ്മുന് നിർബന്ധമുണ്ട്. അമ്മു ഈ സിറ്റിയിൽ തന്നെ ഉണ്ടെന്ന് വിശ്വസിക്കാത്തതും അതുകൊണ്ട് തന്നെയാ. ദൂരെ എവിടെയോ അവൾക്കൊരു ജോലി ഉറപ്പായതിനു ശേഷമാണ് അമ്മ ഇവിടം വിട്ട് പോയിരിക്കുന്നത്. അവൾ പോയതിൽ എനിക്ക് വിഷമമുണ്ടായെങ്കിലും എന്നാലും ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവളല്ലേ അമ്മു. എനിക്ക് അവളോടൊരു കടമുണ്ട്. നിങ്ങൾ അപഹരിച്ച അവളുടെ സ്വർണം എനിക്ക് അവൾക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാതെ പോയി. മരിക്കാൻ പോകുന്നവൾക്ക് എന്തിനാടി സ്വർണം? അമ്മുനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോയി. എന്നെ ഓർത്ത് മാത്ര അവൾ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടാതിരുന്നത്. അവൾ വാ തുറന്നിരുന്നെങ്കിൽ എന്റെ ഭർത്താവിനെ എന്നേക്കുമായിട്ട് നഷ്ടപ്പെടുമായിരുന്നു. നീ മനസ്സിലാക്കിയതിനേക്കാൾ അവളെ മനസ്സിലാക്കിയവനായി ഞാൻ. നിങ്ങളൊക്കെ കാണുന്നതിന് മുമ്പ് ഞാൻ അവളെ ആദ്യം കണ്ടത്. നിന്നെ ഓർത്തു നല്ലടി അവൾ വാ തുറക്കായിരുന്നു. അവൾക്ക് കൊടുക്കാനുള്ളതെല്ലാം ഈ ദിനേശൻ തിരിച്ചു കൊടുത്തിരിക്കും. അവൾ എവിടെ ഉണ്ടെന്നുള്ള വിവരം കണ്ടെത്തി ഈ വീട്ടുകാരെ അറിയിക്കുന്നത് വരെ ഈ ദിനേശന് വേറൊരു ചിന്തയില്ല. എന്തെങ്കിലും മനസ്സിൽ വെച്ചാണോ ദിനേശേട്ടൻ സംസാരിക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. ആ സത്യം ദിനേശേട്ടൻ അറിയില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ഇതായിരിക്കില്ല ദിനേശേട്ടൻ. അമ്മുനെ കണ്ടെത്തിയതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനുള്ള ശ്രമം തന്നെയാണ്. അയ്യോ ശ്രീകുട്ടി, അയ്യോ
ശ്രീകുട്ടിക്ക് എന്താ പറ്റി? അയ്യോ ശ്രീകുട്ടി, എന്താ എന്റെ മോക്ക് പറ്റിയത്? ഭക്ഷണം കഴിക്കാത്തതിന്റെ തളർച്ചയാ, വേറൊന്നുമല്ല. ശ്രീകുട്ടി, ശ്രീദേവി തൊട്ടുപോകരുതെന്നെ. എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷിയില്ലേ. ഇങ്ങനെ പോയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ പ്രഭയെ തിരിച്ചു വിളിക്കാൻ പോവാ. ഇനി അച്ഛനെ കൂടെ തിരിച്ചു വിളിക്കും. അച്ഛനെങ്കിലും അവിടെ സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. മോളെ ചെന്ന് ഭക്ഷണം കഴിക്കേ. അമ്മ കഴിച്ചിട്ടാണോ ഇത് പറയുന്നത്? ദൈവമേ, ഇത് എന്തൊരവസ്ഥയാ! ഇതിനാണോ അവൾ ഈ വീട്ടിൽ വന്ന് കയറിയത്? അച്ഛൻ തലചുറ്റി വീണു. സംസാരിക്കാനുള്ള ശക്തി പോലും ഇല്ലാതായി. ആരും ഭക്ഷണമോ മരുന്നോ കഴിക്കുന്നുമില്ല. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്ന് ദൈവത്തിനെ അറിയൂ. അമ്മു അവളുടെ ഇഷ്ടപ്രകാരം പോയി. അവൾക്ക് ഇവിടെ ഉള്ളവരുടെ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമൊന്നുമില്ല. ഇവിടെ ഉള്ളവർക്ക് മാത്രം എന്താ എത്ര ദണ്ണം? എത്ര കാലം ഇങ്ങനെ ജീവിക്കാനാ? പോയവളെ എപ്പോഴായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അവള് സമയാസമയം ഭക്ഷണം കഴിക്കുകയും ഉറങ്ങുകയും ചെയ്യുന്നു. സ്വയം പീഡിപ്പിച്ച് ഇവിടെയുള്ളവര് കഴിഞ്ഞുകൂടേണ്ട കാര്യം എന്താ? ആരെങ്കിലും ഉപവാസവ്രതം അനുഷ്ഠിച്ച അവള് വരുവോ? അമ്മുവിന്റെ പേരില് ഇനി ഈ വീട്ടിൽ ആരും പട്ടിണി നടക്കാൻ പാടില്ല. അമ്മു ഇറങ്ങിപ്പോയത് അവൾക്ക് എത്തിപ്പെടാൻ ഒരു സ്ഥലം ഉണ്ടായിട്ട് തന്നെയാ. അങ്ങനെയല്ലാന്ന് ആരും കരുതണ്ട. കൊച്ചുകുട്ടിയൊന്നല്ലോ. സമയം എടുത്താലും അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. എന്റെ വാക്കിന് ഈ വീട്ടിൽ ആരെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കണം. കാവ്യരപ്പിച്ചി, എല്ലാവർക്കും ഊണുളമ്പ്. രാജു, ചെല്ലടാ. പഴയതുപോലെ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. അതാ മോനെ വേണ്ടത്. നീ ഇതെല്ലാം നേരത്തെ പറയേണ്ടതായിരുന്നു. വിശപ്പില്ലാന്നും പറഞ്ഞ് ആരും ഒഴിഞ്ഞു മാറാൻ നോക്കണ്ട. ഇത് ഞാൻ എടുത്ത തീരുമാനമാണ്. ഇത് ഇവിടെ ആരും അംഗീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ എനിക്ക് എന്ത് വിലയാ? കാവ്യരപ്പിച്ചി, ചെല്. രണ്ടപ്പച്ചമാരും കൂടെ ചെല്ല്. കവിത വാ. കണ്ണീര് തുടയ്ക്കമ്മേ. കുറെ കരഞ്ഞു കളഞ്ഞതല്ലേ. മുത്തച്ഛനും മുത്തശ്ശിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. നിന്റെ മുത്തച്ഛനെ എന്തെങ്കിലും അല്പം കഴിച്ചെങ്കിൽ എന്നുള്ള പ്രാർത്ഥനയിലാ ഞാൻ. ചെല്ല് മുത്തശ്ശ, ചെന്ന് ഊണ് കഴിക്കേ. വന്നേ അമ്മേ, അമ്മ ചെല്ല്. ഇനി നിന്നെ ഞാൻ പ്രത്യേകം ക്ഷണിക്കണം. എഴുന്നേക്ക്. എടോ, ഇത് നമ്മുടെ കടമയാ. നീ വാ. നീ എന്താ ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് എണീറ്റ് പോകുന്നത്? ദാ കഴിക്ക്. അമ്മുവിന്റെ കൂടെ കുറച്ചു ദിവസം കഴിയാന്ന് ഞാൻ കരുതിയതല്ല. എന്താ അമ്മു, കണ്ണ് നിറയെ മാത്രം എന്താ? നീ ഭക്ഷണം കഴിക്ക്. ഭക്ഷണത്തിന് മുമ്പിൽ ഇരുന്ന് കരയാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? നോക്ക്, അമ്മു ഇപ്പൊ ശ്രമിക്കുന്നത് പരാശ്രയം കൂടാതെ ജീവിക്കാനാ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. അതിനു വേണ്ടിയാ അമ്മു ഇറങ്ങി വന്നത്. ഇനിയും പഴയ കാര്യങ്ങൾ ആലോചിച്ച് സങ്കടപ്പെട്ട എങ്ങനെ മുന്നോട്ട് പോകാനാവും? തിരിച്ചുപോയാൽ കൊള്ളാന്ന് അമ്മുവിന് തോന്നി തുടങ്ങിയല്ലേ? എനിക്കത് മനസ്സിലായി. അത് ഒരിക്കലുമില്ല. പിന്നെന്തിനാ ഈ സങ്കടം? ഭക്ഷണം പോലും കഴിക്കാതെ ചില ഓർമ്മകൾ എത്രയൊക്കെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും മനസ്സിൽ നിന്ന് പോവില്ല. എന്റെ ചേച്ചിയെ കുറിച്ചുള്ള ഓർമ്മകൾ അങ്ങനെയാ. മരണം വരെ അതെന്റെ കൂടെ ഉണ്ടാവും. ഞാൻ ഭക്ഷണത്തിന്റെ മുന്നിലിരുന്നപ്പോ ചേച്ചി ഓർത്തുപോയി. ചേച്ചി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ചേച്ചിക്ക് ദേഷ്യം വന്നാലും സങ്കടം വന്നാലും ഭക്ഷണത്തോടെ വെറുപ്പ് കാണിക്കുന്നത്. ഒരു ദിവസം പട്ടിണി കിടന്നിട്ടുള്ളത് എനിക്കറിയാം.
എനിക്ക് ഉറപ്പായിട്ടും അറിയാം ഈ നേരം വരെ ചേച്ചി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല.